ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പാലും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പശുവും പാല് തന്നെയാണ് കേട്ടോ ഒന്ന് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 10-15ഓളം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി തന്നെ എടുക്കണം കേട്ടോ, എങ്കിലാണ് അധികം ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അത് ഒരു 2 പീസ് പട്ട ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ 2 പീസ് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് ആണ് കേട്ടോ വേണ്ടുന്നത്. അപ്പം കുറച്ച് കാഷ്യൂസ്, ഇത് കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന്, അതായത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഇനി ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് നമ്മളൊരു കുക്കറിലാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ അല്ലെങ്കിൽ സാധാരണ ഓയിലിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ചേർത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ സവാളയൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഇനി നമുക്ക് നല്ല പോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ കറി വെക്കാൻ എന്തുണ്ടാക്കും എന്ന്, അല്ലെങ്കിൽ ഡിന്നറിന് എന്തുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് മറ്റേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലുള്ളത് എല്ലാം ഇതുപോലെ വടിച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാനൊരു അല്പം വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1/2 കപ്പായിരുന്നു ചേർത്തിരുന്നത്, പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചാൽ മതി, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ കുക്കർ ഒന്ന് മൂടി വെക്കാൻ പോവുകയാണേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. വെറും 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാണ്ട് 2 വിസിലൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ സാൾന എന്ന് പറയാം, നമ്മുടെ ഒരു കുറുമയെന്ന് പറയാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ്. ചപ്പാത്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഫൈനലി ചേർക്കുന്നത് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച്
റിച്ച് ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതെല്ലാം വെന്ത് കിട്ടിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് തിളപ്പിക്കാം. ഇപ്പോൾ ദാണ്ടേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും, ഒരുപാട് നേരം കൊണ്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കുറുമയാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുറുമയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് ചപ്പാത്തീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാനങ്ങ് കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.